ഇയാൾ ഉടനെ അതിൻ്റെ പുറകെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക. എന്നിട്ട് അവിടെ അവർ ആ റൂമിൽ മര്യാദക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല എന്നുള്ള വേറെ ആളെ പറഞ്ഞു വിടുക. സിനിമ അഭിനയം മതിയാക്കാം എന്നുള്ള കാര്യം. ഞാൻ ചെയ്യുന്ന സിനിമകൾ വിജയിച്ചില്ല, അതുപോലെ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ പുറത്തിറങ്ങിയില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 5-6 മാസം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പനീഫിക്കയും ലോയി സാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ലൈഫ് വേറെ വഴിക്കൊക്കെ ആയിരിക്കും പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ സാറിനോട് തോന്നി, സാറിനിട്ട് ഇങ്ങനെ മതിയെന്ന് വെച്ചിട്ട് ഞാൻ വേഗം മീശയൊക്കെ എങ്ങനെയൊക്കെ മുടിയൊക്കെ എങ്ങനെയൊക്കെ വേറെ മാതിരി വേഗം ഒരു കണ്ണടയൊക്കെ എടുത്ത് വെച്ച് വേറെ ആളെ മാതിരി ഒക്കെ പിടിച്ച് ചുണ്ടോ നിന്നപ്പോൾ സേനട്ടൻ തന്നെ ചിരിച്ചിരിച്ച്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിരിയ സേനന്ന്. ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ബസ് ഇങ്ങനെ വന്ന് നിന്നു അപ്പുറത്തെ സൈഡിൽ. അപ്പം അതിൻ്റെ ഡ്രൈവറൊക്കെ ഇട്ട് ഓടിക്കാനൊക്കെ അറിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അപ്പോഴാണ് എനിക്ക് ഷോർട്ടായി. അപ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ ക്ലിങ് ക്ലിങ് മണി അടിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഗിയർ മാറ്റി വണ്ടി എടുത്ത് പോയി. അപ്പോൾ ഈ ഡ്രൈവർ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ആര് വെച്ചു ഞാൻ വെറുതെ കയറിയിരിക്കാൻ. വണ്ടി വളരെ കൂളായിട്ട് എന്തെങ്കിലും ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് എന്തെങ്കിലും സങ്കടങ്ങൾ പറഞ്ഞാൽ പറയും കാര്യമാക്കട്ടെ. കാരണം മോളൊക്കെ ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവളൊക്കെ എന്താ പറയുക, അതിനെക്കുറിച്ച് പറയണ്ട. മീനാക്ഷി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ ദിലീപേട്ട? എങ്ങനെയാണ് ശരിക്കും? കാരണം നമുക്ക് ആർക്കും പിടി കിട്ടാത്ത ഒരാളാണ് അവൾ. വളരെ സൈലന്റ്. അപ്പം ഞാൻ പെട്ടെന്ന് പിന്നെ മമ്മൂക്ക് എന്നെ നോക്കുമ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെവിട്ടീന്ന് പഞ്ഞെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അവൻ്റെ കരം ഫ്ലൈറ്റ് മുകളിൽ കിടന്ന് കറങ്ങിയത് ലാൻഡ് ചെയ്യണമില്ല. ആകെ കുഴപ്പത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതിൽ നിന്ന് പക്കെടുത്തിട്ട് ഇത് അവന് കോമഡിയാണ് ഏത് സമയത്ത് ലൈഫിൻ്റെ പറഞ്ഞിട്ട് എല്ലാവരും ചിരിയും ബഹളവും. പറയാം നമുക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ, നമ്മൾ കരുതിക്കണം മൂക്കെങ്കിലും നമ്മൾ സേവ് ചെയ്യണ്ടേ. ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം എത്ര വലിയ ടെൻഷൻ ഉണ്ടായാലും ഈ വെട്ടം, മൈബോസ്, 2 കൺട്രീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അവസ്ഥയൊക്കെ മാറി നമ്മൾ ഭയങ്കര കൂളാവും. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കുറേ നാളായിട്ട്. അങ്ങനെ ഒരു സിനിമ സംഭവിച്ചിരിക്കുകയാണ്, പവി കെയർടേക്കർ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ദിലീപേട്ടാണ് നമുക്കൊപ്പം ഉള്ളത്. ദിലീപേട്ട സ്വാഗതം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ദിലീപേട്ട, ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഞാനും അത് വലിയ സന്തോഷത്തിലാണ്. അപ്പം ഞാൻ ആദ്യം ഒരു പോസ്റ്റ് വായിച്ചിട്ട് തുടങ്ങാം. ഫേസ്ബുക്കിൽ ഇന്നലെ സിനിമ കണ്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് വായിച്ചിട്ട് തുടങ്ങാം. പണി അറിയാവുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ ദേ ഇത്രയേ ഉള്ളൂ. നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ചിരുന്ന അങ്ങേരെ വീണ്ടും അതേ ഫോമിൽ കാണണമെങ്കിൽ നേരെ തിയേറ്ററിലോട്ട് വിട്ടോളൂ. പവി കെയർടേക്കർ കിഡിലൻ ഫീൽ ഗുഡ് പടം. താങ്ക് യു. അപ്പോൾ അങ്ങനെയാണ്. എന്താണ് ആ ഒരു സന്തോഷം പറയും? അല്ല, ഞാനും പവിത്രനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു കഥാപാത്രം തന്നെയാണ് പവി. പുള്ളി കെയർ ടേക്കറാണ്, നൈറ്റിൽ സെക്യൂരിറ്റിയാണ്. 10-18 വർഷം ഗൾഫിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറും സെക്യൂരിറ്റി ആയിട്ട് പോകുന്നു. അയാൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗൾഫിലുണ്ടായ സമയത്തൊക്കെ ഇയാൾ കുടുംബക്കാർക്ക് വേണ്ടി ജീവിച്ചിട്ട് അയാൾക്കൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ആരും മീൻസ് അതൊന്ന് ശരിയാക്കാൻ വേണ്ടി തയ്യാറാവുകയോ പ്രാധാന്യം കൊടുക്കാതെ അങ്ങനെ അയാളെ ജീവിതത്തിൽ ഒറ്റപ്പെടുകയും, അയാൾക്ക് കൂട്ടായിട്ടൊരു നായ്ക്കുട്ടിയുണ്ട്, അതിനെ അയാൾ ബ്രോ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള അയാളുടെ ജീവിതത്തിലേക്ക് കല്യാണപ്രായമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന പവിത്രൻ്റെ ജീവിതത്തിലൊരു പ്രണയം ഉണ്ടാവുന്നതാണ് കഥയുടെ മെയിൻ വിഷയം. അത് രസകരമായിട്ടാണ് നർമ്മവും ചെറിയ സങ്കടങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിരിപ്പിച്ചു. അതുപോലെ കുട്ടികളൊക്കെ മരപ്പട്ടിയുടെ സീക്വൻസ് കൊണ്ട് ഭയങ്കര ചിരിയും ഇതുവരുന്നു, അവർക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ ബ്രോയുടെ തമാശകളും, പിന്നെ ഈ പവിത്രൻ ഉണ്ടാക്കുന്ന കെയർ ടേക്കറിന്
എല്ലാവരുടെ കാര്യത്തിലും കയറി തലയിട്ട് കുഴപ്പിക്കാന്നൊക്കെ പറയില്ലേ, അതുമൊക്കെ ഒരു ഭയങ്കര സരസമായിട്ട്. പിന്നെ മാത്രമല്ല പവിത്രൻ്റെ പ്രണയത്തിൻ്റെ കൂടെ തന്നെ എല്ലാവരും ട്രാവൽ ചെയ്തു. ഇമോഷണൽ ഫീലും അതിനോരോ ഫീൽ ഭയങ്കരമായിട്ട് ഞങ്ങൾക്കും ഫീൽ ചെയ്തു. ഞങ്ങളുടെ കണ്ണൊക്കെ അറിയാണ്ട് നനഞ്ഞു എന്നൊക്കെ പറയുന്ന നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ അത്രയും സ്നേഹിച്ച് നമ്മൾ എൻജോയ് ചെയ്തൊരു ക്യാരക്ടറാണ് പവിത്രൻ. ഈ അതിൽ ഫസ്റ്റ് ഷോട്ട് ഉണ്ടല്ലോ, ആ ബ്രോയുമായിട്ട് വരുന്ന വണ്ടിയിൽ വരുന്ന ആ ഒരു സീന് കാണുമ്പോൾ നമ്മളിങ്ങനെ കല്യാണരാമനിലെ മറ്റേ പുറകിൽ ചിറവൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു സാധനമൊക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു. അതിനൊപ്പം തന്നെ റിംഗ് മാസ്റ്റർ, CID മൂസ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ പറയുകയാണെങ്കിൽ ഈ ഡോഗുമായിട്ടുള്ള ഒരു കണക്ഷൻ ഭയങ്കരമാണ് ദിലീപേട്ടൻ. എങ്ങനെയാണ് ഈ മൃഗങ്ങളോടുള്ള ആ ഒരു പെറ്റ്സിനോടുള്ള ഒരു ഇഷ്ടം ഓക്കെ എങ്ങനെയാണ്? അല്ല, എനിക്ക് എൻ്റെ കൂടെ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു 10 വർഷമാണ്. കാരണം വെച്ചാൽ അവൻ ജനിച്ച് 3-ാമത്തെ 4-ാമത്തെ ദിവസമായിട്ടാണ് ഞാൻ അവനെ കൊണ്ടുവരുന്നത്. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കളറായിരുന്നു അവന്. അവന് പേരിട്ടു, ബ്രൂണോ എന്നാണ് പേരിട്ടത്. അതിനുശേഷം ഞാൻ പെറ്റ്സിനെ വളർത്തിയിട്ട് അവൻ പോയതിനു ശേഷം 10-ാമത്തെ വയസ്സിൽ ഇപ്പം പോയി. അതിനുശേഷം പിന്നെ പെറ്റ്സിനെ വളർത്തിയിട്ടില്ല, അതൊന്നും ഇതായിട്ടില്ല. പക്ഷെ അതിനുശേഷം ഞാൻ സിനിമകളിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ നായ്ക്കുട്ടികളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ഹീറോ ഞാനാണെന്ന് തോന്നുന്നു. രസകരമായിട്ട് എല്ലാവരുമായിട്ട് ആ ഒരു എന്തോ അല്ലേ, റിംഗ് മാസ്റ്റർ ആണെങ്കിലും CID മൂസ ആണെങ്കിലും ശൃംഗാരവേരലാണെങ്കിലും ഒക്കെ നായ്ക്കുട്ടികളായിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷനായിട്ട് സീക്വൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഇമോഷണലി നമുക്ക് ഭയങ്കര കണക്റ്റ് ആവുന്ന കുറേ രംഗങ്ങളുണ്ട് ഈ സിനിമയിൽ ബ്രോയുമായിട്ടുള്ള. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ സിനിമ കഴിയുമ്പോൾ അതുമായി ഉള്ളൊരു കണക്ഷൻ ദിലീപേട്ടന്? ബ്രോ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ തന്നെ പറഞ്ഞില്ല, ഇയാളുടെ ഒരു കൂടപ്പറപ്പ് പോലെ ഉള്ളതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, അതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഷോട്ടുകൾ ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹം ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെ ദൈവം അനുഗ്രഹിച്ച് തിയേറ്ററിൽ വന്നപ്പോഴും ആ ഒരു അനുഗ്രഹം, അതുകൊണ്ടാണല്ലോ അത്രയും പ്രേക്ഷകർക്ക് ഒരേ മനസ്സോടെ ഈ അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയ ഒരു ഒറ്റ അഭിപ്രായം എന്ന് പറയുന്ന പോലെയുള്ളൊരു സിനിമ, അങ്ങനെ ഒരു സിനിമയ്ക്ക് അഭിപ്രായം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഈ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിലീപേട്ടൻ സ്ക്രിപ്റ്റിലൊക്കെ കയറി ദിലീപേട്ടൻ്റെതായ കുറച്ച് ഐഡിയകളൊക്കെ വരുത്താറുണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പം ദിലീപേട്ടൻ്റെതായ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ അനാവശ്യമായിട്ട് സ്ക്രിപ്റ്റ് കയറി ഇടപെടില്ല. ആ സ്ക്രിപ്റ്റ് എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയോ, നമുക്ക് ചോദിക്കോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയോ എന്നൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഈ രാജസേനൻ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഡാർലിംഗ് സിനിമയുടെ സമയത്ത് ഒരു സീൻ എഴുതിയ സീനൊന്നും ആയിരുന്നില്ല, മുടിയൊക്കെ ഇങ്ങനെ അതൊക്കെ ദിലീപേട്ടൻ കയ്യിൽ നിന്ന് എടുത്തിട്ട സീനാണ്. പക്ഷേ അത് പുറത്തേക്ക് വന്നപ്പോൾ ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യിൽ കിട്ടിയ ഒരു സംഭവമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ. അല്ല, സേനയുടെ ഒരു രീതിയിൽ സേനേട്ടൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പുള്ളിയുടെ സ്റ്റോറി ബോർഡ് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആസ് എ പെർഫോമർ നമുക്ക് അതിനകത്ത് പുതിയതായിട്ടൊന്നും കയറ്റാൻ പറ്റില്ല. നിൽക്കുന്ന ചട്ടക്കൂടിൽ നിന്ന് എന്ത് വേണമെങ്കിൽ നിങ്ങൾ കളിച്ചോ. പക്ഷെ അതല്ലാതെ ഡയലോഗിന് ലെങ്ത് കൂട്ടുകയോ സീനിന് മാറ്റങ്ങൾ വരുത്തുകയോ ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നിപ്പിൽ ഇയാളിപ്പോൾ നോർമലായി നിൽക്കുന്ന ആളെ പിടിക്കും ആ നോർമൽ അവസ്ഥയിൽ കണ്ടാൽ. അപ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സേനട്ട് ഇങ്ങനെ മതിയെന്ന് വെച്ചിട്ട് ഞാൻ വേഗം മീശയൊക്കെ എങ്ങനെയാക്കി മുടിയൊക്കെ എങ്ങനെയാക്കി വേറെ മാതിരി വേഗം ഒരു കണ്ണടയൊക്കെ എടുത്ത് വെച്ച് വേറെ ആളെ മാതിരി ഒക്കെ പിടിച്ച് ചുണ്ടോ നിന്നപ്പോൾ സേനട്ടൻ തന്നെ ചിരിച്ച് അപ്പോൾ ഇത് കാണുമ്പോൾ ചിരിയ സേന. അത് ഭയങ്കര ചിരിയായിട്ട് ഭയങ്കര പാടായിരുന്നു ആ സീൻ എടുക്കാൻ. അതാ പറഞ്ഞത്, സേനട്ടൻ എന്നെ കണ്ടപ്പോൾ ചിരി കൊടുക്കും. ഞാനാണ് നിപ്പൊക്കെ അതുപോലെയാണ്. മറ്റേ സുമ ചേച്ചി അല്ലേ, അതല്ലേ കാണാൻ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. അത് കഴിഞ്ഞ് ഓടിപ്പോയിട്ട് മാറി നിന്ന് ചിരിക്കുമായിരുന്നു പറഞ്ഞു.
കാരണം ഞാൻ തന്നെ കണ്ണാടിയിൽ രൂപം നീ എന്തൊക്കെ കോലം അത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ള നമ്മളിത് എൻജോയ് ചെയ്ത് ചെയ്യാന്ന് പറയില്ലേ, അത് ഇത് ഈ സിനിമയിലും ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ അതുപോലെ നോക്കുമ്പോഴേ ഈ കോറിഡോറിലൂടെ നടന്നു പോകുന്നൊക്കെ ഓടി പോകുന്നൊക്കെ കുറച്ച് സീനുകളുണ്ട്. അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് നമ്മളിങ്ങനെ ദിലീപേട്ടൻ്റെ സിനിമകൾ റിപ്പീറ്റ് അടിച്ച് കാണുന്നതുകൊണ്ടായിരിക്കും ദിലീപേട്ടൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാണോ എന്നുള്ളൊരു തോന്നൽ. ഇയാൾക്ക് പ്രത്യേക ഇയാളിപ്പോൾ എന്തിനാണ് ഒരു ആണും പെണ്ണും ഒരു ഫ്ലാറ്റിലേക്ക് ഒരുമിച്ച് നടന്നു എന്ന് പറഞ്ഞു ഇയാൾക്ക് എന്തിൻ്റെ കേടാണ്? ഇയാൾ ഉടനെ അതിൻ്റെ പുറകെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക, എന്നിട്ട് അവിടെ അവർ ആ റൂമിൽ മര്യാദക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല എന്നുള്ള വേറെ ആളെ പറഞ്ഞു വിടുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്തായെന്ന് അറിയാൻ വേണ്ടി അവിടെ പോവുക, എന്നിട്ട് പിടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അത് നോർമൽ ഒരു ഇതിൽ ആരെങ്കിലും ഒരു സ്റ്റെപ്പിൽ നിന്ന് എടുത്ത് ചേട്ടാ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞാൽ അല്ല അതൊരു പഴയ സ്ലാബ് സ്റ്റിക്കിൻ്റെ സ്വഭാവം വന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് ശരിക്കും അയാൾക്ക് ഓടി ഇറങ്ങാം. ഇപ്പോഴത്തെ ഒരു പാറ്റേണിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്നത് േക്കാൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ ഈ സിനിമ കൂടുതലും റിയലിസ്റ്റിക് ആയിട്ട് ഫോമാറ്റിൽ തന്നെയാണ് വിനീത് വർക്ക് ചെയ്തിരിക്കുന്നത്. പവിത്രൻ എന്ന് പറയുന്ന ആള് അനാവശ്യമായിട്ട് എല്ലാവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്ന ആള് അഭിമാനിയുമാണ്. അയാളെങ്ങാനും ഇയാളുടെ മുമ്പിൽ പിടിക്കപ്പെട്ടാലോ എന്നുള്ള ഇതിലാണ്. അയാളൊരു നിമിഷം കൊണ്ട് ഇങ്ങോട്ട് ഓടാനും നേരമില്ല, ലിഫ്റ്റ് ഞെക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റൂല, പിന്നെ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടുക. അതിന് അയാൾ സ്റ്റെപ്പ് ഇറങ്ങുകയാണെങ്കിൽ പോലും അയാൾ കാണും. അതാണ് അയാൾ ജമ്പ് ചെയ്ത് കളയുന്നത്. ഒരു നോർമൽ ഒരാൾ ചെയ്യൂല അല്ലേ? എന്നിട്ട് അത് വിളിച്ച് അപ്പം മര്യാദക്ക് നടന്ന ആൾ എന്തിൻ്റെ കാര്യം അയാൾ ഇടിഞ്ഞൊളിഞ്ഞ് വീണ് എന്നിട്ട് പോയിട്ട് എങ്ങടാ പോണ്ടേന്നൊരു പിടിയില്ലാത്തൊരവസ്ഥ. ഇയാൾ മര്യാദക്ക് അവിടെ താഴെ ഇരുന്ന ആളാണ്. നമ്മൾ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇയാൾക്ക് ഇത് എന്ത് കാണിക്കണേ എന്ന് നമ്മൾ മാറി എന്ന് നമ്മൾ നോക്കൂലോ. അപ്പം അതാ മാത്രമല്ല ഇയാളൊരു മറ്റുള്ള ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ഷൈജു ചെയ്യുന്ന ക്യാരക്ടർ പറയുന്നുണ്ട് എൻ്റെ ഭാവിയേട്ടാ നിങ്ങൾ ഈ കേട്ടൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യും എന്ന് പറയുന്നത്. ഇയാൾക്ക് ഒരു കാര്യത്തിൽ അപ്ഡേഷൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ക്യാരക്ടറിനെ. അതാ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിനാണ് നമ്മളത് പിടിച്ചേക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ആശയദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ പഴയ തമാശകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഇയാൾ കാട്ടുന്നതിന് നമുക്ക് ഭാവിയിലേക്ക് കുറേ കാര്യങ്ങൾ ഇതാവുള്ളൂ. അല്ലാണ്ട് ഇയാൾ ഭയങ്കര ബുദ്ധിമാനും കാര്യങ്ങളുള്ള ഒരാളായി കഴിഞ്ഞാൽ ഇയാൾ ചിലപ്പോൾ അത്ര ക്രിക്കറ്റ് ഇതുള്ള ഒരാളാണെങ്കിൽ ഈ പ്രണയത്തിൽ എന്ത് സംഭവിക്കണമെന്ന് അയാൾക്ക് ദീർഘവീക്ഷണവും കാര്യങ്ങളും വെച്ചാൽ അല്ലെങ്കിൽ അമ്മാതിരി ഇയാൾ കാട്ടിക്കുന്ന മുഴുവൻ മണ്ടത്തരങ്ങളാണ് ഇയാൾ എന്തെങ്കിലും കാര്യത്തിൽ ചെന്ന് അതൊക്കെ അബദ്ധത്തിൽ ചെന്ന് കലാശിക്കുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിനെ കണ്ടാൽ മതി. അപ്പം ദിലീപേട്ടൻ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു ചിരിക്കാൻ ഇഷ്ടമുള്ള സിനിമകളാണ് ദിലീപേട്ടന് കാണാൻ ഇഷ്ടമെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദിലീപേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിലീപേട്ടൻ്റെ പ്രിയപ്പെട്ട ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? അല്ല ഞാൻ ചെയ്ത ഒരുപാട് സിനിമകൾ എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇതൊന്നും റിക്രിയേറ്റ് ചെയ്യാനോ ഇനി അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവുമോ എന്ന് ഡൗട്ട് അടിച്ചിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെട്ടം. അല്ലേ? നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിച്ചിട്ട് പോയിട്ടുള്ള സിനിമകളിലൊന്നാണ് അത്. അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള പല സിനിമകളും ഇനി നമുക്കത് അതുപോലത്തെ ഒരു സിനിമ നമുക്ക് അറിയില്ല ഇനി അപ്പം അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ. ഇപ്പം ഈ സിനിമയിൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ത്രൂ ഔട്ട് നമ്മളും നായും ഇതൊക്കെ അല്ല ബാക്കി എല്ലാവരും വന്നു പോകുന്നു. പക്ഷെ സിനിമ പവിയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഒരു വൺ മാൻ ഷോ ആയിരുന്നു ശരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് ഒന്ന് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ വളരെ അപൂർവ സമയത്തുള്ള ആൾക്കാരെ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇവര് ഫോളോ ചെയ്തിരിക്കുന്ന മുഴുവൻ വിനീത് മേക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ പവിനെ പിടിച്ചിട്ടാണ്. ഈ രാജേഷ് രാഘവൻ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന മുഴുവൻ പവിയിലൂടെയാണ്. അപ്പൊ അത് വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ശരിക്കും വലിയൊരു ഭാരമാണ് ഷോൾഡറിലേറ്റിട്ടാണ് ഇയാൾ കിടന്ന് ഓടുന്നത്. ഈ ഒരു സിനിമ ദിലീപേട്ടൻ കാണുമ്പോൾ എന്തായിരുന്നു ശരിക്കും പറഞ്ഞൊരു ഫീല്? പവിക്കേറെ കണ്ടു കഴിഞ്ഞപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫീൽ എന്തായിരുന്നു? അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നല്ലൊരു സിനിമയിൽ അഭിനയിച്ചത്, ക്ലാസ് ഉണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതൊരു രസകരമായ ഇപ്പോൾ എല്ലാവരും എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ ക്ലൈമാക്സ് ഇങ്ങനെ ചിന്തിച്ചില്ല ഇതെങ്ങടാ ഇത് പോണേന്നുള്ള ഒരു സംഭവം. പക്ഷെ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഒരു രസകരമായ ക്ലൈമാക്സ് ആണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ പ്രണയത്തിൻ്റെ കൂടെ ഞങ്ങൾ ട്രാവൽ ചെയ്തു. ഇയാളുടെ കണ്ണ് നനഞ്ഞ സ്ഥലത്ത് മുഴുവൻ ഞങ്ങളുടെ കണ്ണ് നനഞ്ഞു. ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു. മരപ്പട്ടിയും ബ്രോയും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി.
ഭയങ്കര കെമിസ്ട്രി വർക്കൗട്ടായിട്ടുണ്ട് ബ്രോയായിട്ട്, നല്ല പാട്ടുകൾ, എല്ലാ ചേരുവകളും ഒത്തുചേർന്നു എന്ന് പറയുന്ന ഒരു സാധനം ഒരു സിനിമയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ട, ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ആണെങ്കിലും എല്ലാവരും പൊതുവെ ഈ വിമർശനങ്ങളാണല്ലോ ഇപ്പോൾ ഉണ്ടാവാറ്. എന്തിനും ഏതിനും വിമർശനങ്ങളാണ്. പറയാറുണ്ട് ദിലീപേട്ടൻ്റെ കോമഡി കഴിഞ്ഞു, ഇനി അങ്ങനെ ഒരു സിനിമ ഉണ്ടാവില്ല, അങ്ങനെയുള്ള പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെയുള്ളൊരു മറുപടിയാണ് ഈ സിനിമ. അങ്ങനെ തോന്നുന്നുണ്ടോ ദിലീപേട്ടൻ? നമ്മളിപ്പോൾ ആരോടും അങ്ങനെ പറയുന്നതിനൊക്കെ മറുപടി പറയാന്ന് പറഞ്ഞാൽ എന്ത്? ഇതിന് മറുപടി പറയാൻ തുടങ്ങിയ മറുപടിയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. നമ്മുടെ സിനിമ കാത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്ക് എൻ്റർടൈൻ ചെയ്യാനും നമ്മളിലുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ വേറെ എല്ലാത്തിനും മറുപടി പറയാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജോലി ചെയ്യാൻ സമയം കിട്ടില്ല. നമുക്ക് ഇത്രയും സിൻസിയറായിട്ട് ചിരിച്ച് കളിച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് പോവുക. ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യട്ടെ എന്ന് വിചാരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എല്ലാവരും പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടത്തോടു കൂടിയാണ് ജനപ്രിയ നായകൻ എന്ന് വിളിക്കാറ്. അപ്പോൾ ഈ അടുത്തിടെ ഇറങ്ങിയ ഒരുപാട് സിനിമകൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വർക്കൗട്ടായില്ല. ആ ഒരു സമയത്ത് അതിനെങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടൻ നേരിട്ടത്? എന്തായിരുന്നു ആ ഒരു സമയത്തെ മാനസിക സിനിമകൾ? ഞാനൊരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ 97, 98 ആ സമയത്ത് എനിക്ക് ഞാൻ കല്യാണം കഴിച്ച സമയത്താണ്. ആ സമയത്ത് ഞാൻ കുറേ കാലം തൽക്കാലം സിനിമ അഭിനയം മതിയാക്കാം. തൽക്കാലം ഞാൻ ചെയ്യുന്ന സിനിമകൾ വിജയിച്ചില്ല. അതുപോലെ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ പുറത്തിറങ്ങിയില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 5-6 മാസം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ സബ്ജക്റ്റ് കേൾക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന ആ സമയത്താണ് ജോക്കർ, ഡാർലിംഗ്, ദോസ്ത്, തെങ്കാശിപ്പട്ടണം തുടങ്ങിയ സിനിമകളിലൂടെ പതുക്കെ ഇതാവുന്നത്. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഏതൊരു ആക്ടർക്കും സംഭവിച്ചിട്ടുണ്ട്. മറ്റേ സിനിമയിൽ നിന്ന് എഴുതി തള്ളി എന്ന് പറയുന്ന ആൾക്കാർ ഒറ്റ സിനിമ കൊണ്ട് വീണ്ടും സിനിമ അങ്ങനെയാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആക്ടേഴ്സാണ്. നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇതാക്കും. ചിലത് വർക്കൗട്ട് ആവില്ല. പിന്നെ നമ്മൾ സിനിമകൾ കമ്മിറ്റ് ചെയ്യുമ്പോഴും നമ്മളെല്ലാം ഷഫിൾ ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് ഇതൊക്കെ ഒരുമിച്ച് വരികയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വിചാരിച്ച സിനിമ കറക്റ്റ് അതിൻ്റെ ഇടയിൽ ഇറങ്ങിയില്ല എന്നൊക്കെ പറയുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് എന്ത് പറ്റി? അങ്ങനെ പറ്റിപ്പോയി, അതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുമ്പിൽ തന്നെ ഒരുപാട് അയാൾ തീർന്നു, ഇനി ഇയാളില്ല മലയാള സിനിമയിൽ എന്ന് പറഞ്ഞാൽ എത്ര ഹീറോസ് ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നുണ്ടെന്നറിയാമോ? അപ്പം അതങ്ങനെ കുറേ ആൾക്കാരങ്ങനെ പറയുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജോലി സിൻസിയറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലുമൊക്കെ കയറി പിടിക്കും. കാരണം വെച്ചാൽ നമ്മളെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ. ഇപ്പം നിങ്ങൾ എല്ലാവരും പറയുന്നില്ലേ ഞങ്ങൾ ദിലീപേട്ടന് വേണ്ടി കാത്തിരിക്കാൻ. ദിലീപ് എന്തുകൊണ്ടാണ്? എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. എൻ്റെ സിനിമ കാണാനുള്ള ഇഷ്ടം കൊണ്ട്, ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ കാണാൻ ഞാൻ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും, അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ വരട്ടെ, ഞങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്ന് പറയുന്ന അതാണല്ലോ ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ജനങ്ങൾ തിയേറ്ററിലേക്ക് ഭയങ്കര ആവേശത്തിൽ വരുന്നു നമ്മുടെ സിനിമ കാണാൻ. തിയേറ്റേഴ്സിൻ്റെ മുമ്പിൽ ഭയങ്കര പാർക്കിംഗ് ഫുള്ള്, അതുപോലെ ഹൗസ് ഫുൾ ബോർഡ് വരിക എന്നൊക്കെ പറയുന്നത് നമ്മളോട് സ്നേഹമാണ്. കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ 2-2.5 മണിക്കൂർ എന്നെ കാണാൻ വേണ്ടി വരിക എന്ന് പറയുന്നത് ആ സ്നേഹമാണ്. ഞാൻ ഉണ്ടാക്കി വെച്ച എനിക്ക് കിട്ടിയ വേഷങ്ങളുടെ അത് അവർക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ അവർ വീണ്ടും എൻ്റെ സിനിമകളിൽ വിശ്വസിക്കുന്നത്, ഞാൻ അഭിനയിക്കുന്ന സിനിമകളിൽ. ഈ സുരേഷ് ഏട്ടൻ ഈ അടുത്ത് നമുക്ക് തന്നൊരു ഇൻ്റർവ്യൂവിൽ സുരേഷ് ഏട്ടൻ പറയണ്ടായിരുന്നു, സുരേഷ് ഏട്ടൻ സിനിമയിൽ നിന്ന് മാറി നിന്നൊരു സമയത്ത് എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ നിർബന്ധിക്കും, ഞാൻ ചെയ്യാം ഒരു സിനിമ, ഇങ്ങനെ മാറി നിൽക്കില്ലേ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ വിളിച്ചുകൊണ്ടിരുന്ന ഒരാൾ ദിലീപേട്ടനാണ്. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിൻ അനീഫ്ക്കയുടെ ഭാര്യയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് ഫസീലത്ത് പറയുന്നുണ്ടായിരുന്നു, എപ്പോഴും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന, മക്കളുടെ സ്കൂളിൽ അഡ്മിഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മറന്നു പോവാതെ ഓർത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ദിലീപേട്ടൻ. അതുപോലെ തന്നെ ഒരു തവണ ഈ അടുത്ത് കവിയൂർ പൊന്നമ്മ അമ്മയെ കണ്ട സമയത്ത് അമ്മയും പറയുന്നുണ്ടായിരുന്നു ദിലീപേട്ടനെ കുറിച്ചുള്ള അവരുടെയൊക്കെ ഒരു ഇഷ്ടം. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെയാണ് പറ്റുന്നത്? അല്ലേ, ഇവരെല്ലാവരും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ.
കാരണം എനിക്ക് ഒരാൾ ഏട്ടനാണ്, അല്ല ഒരാൾ ഏടത്തേമ്മയാണ്, ഒരാൾ എൻ്റെ അമ്മയാണെന്നൊക്കെ പറയുന്ന റിലേഷൻസ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ലോകം സിനിമയാണ്. സിനിമയ്ക്കകത്തുള്ള എല്ലാവരും എനിക്ക് പലതരത്തിലുള്ള ആൾക്കാരാണ്. അതെ. അപ്പം ഞാൻ ആരുടെ പ്രശ്നം വരുമ്പോഴും എനിക്ക് എന്തുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഞാൻ സിൻസിയറായിട്ട് ഓരോ കാര്യങ്ങളെ കാണാറുള്ളൂ. അത്രേ ഉള്ളൂ അതിനകത്ത്. അല്ലാണ്ട് ഞാനതിന് ഭയങ്കര വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല. എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണേ എന്ന് വെച്ചാൽ എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റണേ, ഒരാൾക്ക് ഞാൻ സഹായമാവണേ എന്നുള്ള കാര്യങ്ങളെ ഞാൻ ശ്രമിക്കാറില്ല. അല്ലാണ്ട് അതൊന്നും മഹത്തരമായിട്ടുള്ളതല്ല. ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ ഞാനവിടെ ഉണ്ടാവണേ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും, അത്രയും ഉള്ള അതിനകത്ത് പാടില്ല. ഇപ്പോൾ ഫസിലത്ത് അന്ന് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ നിറയാനുണ്ടായിരുന്നു. കാരണം പറയുമായിരുന്നു അനിഫ്കയുടെ കൂടെ ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ 1-2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മറന്നുപോയ ആളുകൾ. പക്ഷേ പല കാര്യങ്ങളും പല സമയത്തും ഓർത്ത് വിളിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അത് ദിലീപേട്ടൻ മാത്രമായിരുന്നു എന്നവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതെനിക്കും ഭയങ്കര സന്തോഷം അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നത് കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് കേൾക്കുക എന്നുള്ളത്. അനീഫ്ക്കൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അനീഫ്ക്കയും ലോയി സാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ലൈഫ് വേറെ വഴിക്കൊക്കെ ആയിരിക്കും പോകേണ്ടിയിരുന്നത്. അപ്പം നമുക്കങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി സംസാരിക്കാനൊന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പല നഷ്ടബോധങ്ങളുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അവരുടെ കുടുംബങ്ങളെ നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മഹത്തരമൊന്നുമല്ല. തിരക്കിനിടയിൽ പല കാര്യങ്ങളും വിട്ടുപോകുന്നുണ്ട്. പക്ഷെ പറ്റാവുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നുള്ളൂ. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇന്നലെ മീനാക്ഷി പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണത്. മീനാക്ഷി മോള് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയോ ലോഞ്ചിന്, ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനും മീനാക്ഷി വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു പ്രതികരണം? ഈ പോസ്റ്റ് കണ്ടാൽ അറിയാം ഒരുപാട് സന്തോഷം. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നുള്ള ഒരു ഫോട്ടോയാണ് ഇതെന്ന്. അപ്പോൾ എന്തായിരുന്നു മീനാക്ഷിയുടെ ഒരു പ്രതികരണം മകളുടെ? അല്ല, മീനാക്ഷിയൊക്കെ എൻ്റെ അടുത്ത് പറയാം, അച്ഛാ ഈ സിനിമ ഭയങ്കര ഹിറ്റാവും അച്ഛാ, ഈ സിനിമ ഹിറ്റാവും, എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എന്നെപ്പോഴും. എന്തെങ്കിലും ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് എന്തെങ്കിലും സങ്കടങ്ങൾ പറഞ്ഞാൽ പറയും കാര്യമാക്കട്ടെ അച്ഛാ. കാരണം മോളൊക്കെ ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അവളൊക്കെ എന്താ പറയുക, അതിനെക്കുറിച്ച് പറയണ്ട. മീനാക്ഷി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ ദിലീപേട്ട? എങ്ങനെയാണ് ശരിക്കും? കാരണം നമുക്ക് ആർക്കും പിടി കിട്ടാത്ത ഒരാളാണ് അവൾ. വളരെ സൈലന്റാണ് അവൾ. ആരുടെ മുമ്പിൽ അതിൻ്റെ അവളുടെ ഇമോഷനൊന്നും അങ്ങനെ ഇതാവില്ല. അവളെല്ലാം ഇങ്ങനെ കൂളായിട്ട് നിൽക്കെല്ലാം കണ്ടും കേട്ടും ഒക്കെ നിൽക്കും. എൻ്റെ അടുത്ത് മാത്രമാണ് അവളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്ന സാധനം ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ചെറിയ ആള് സിനിമ കണ്ടോ? ഈ കോമഡി ഒക്കെ എങ്ങനെയാണ്? ചെറിയ ആള് കോമഡി ചെയ്യാണ്. കുസൃതിയും ഇതൊക്കെയാണ്. ഏത് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണ ആളാണ്. പക്ഷെ ഭയങ്കര കെയറിങ് ഒക്കെ ഉള്ള ഒരാളാണ്. നമ്മൾ ചില സമയത്ത് കാണാറുണ്ട് ഇങ്ങനെ കുറുമ്പ് വീഡിയോസ് ഒക്കെ. കുറുമ്പത്തിയാണ്. അതെ അതെ. മീനൂട്ടി പ്രായത്തിൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അതെ അതെ. ഇങ്ങനെ അത് ഏത് വീട്ടിലെയും ഇളയാള് ഉണ്ടാക്കുന്ന കുറെ കുഴപ്പമുണ്ടല്ലോ. എപ്പോഴും ഇളയാൾക്ക് എല്ലാവരുടെ മുമ്പിൽ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. പിന്നെ അവരവരുടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കും എപ്പോഴും. മൂത്ത ആൾക്കാർക്ക് എപ്പോഴും ഒരു കമൻ ക്വൈറ്റ് എന്ന് പറയുന്ന ആംഗിളായിരിക്കും. മീനാക്ഷി ഒരു ചേച്ചി അമ്മ റോളാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ശരിക്കും ആ ഒരു ഇതുണ്ട് അവർ തമ്മിലുള്ള. എങ്ങനെയാണ് സിനിമയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ടോ? ചെറിയ കുട്ടിത്താരം അതൊന്നും അറിയില്ല. ഇപ്പൊ വരപ്പില്ല കൂടുതൽ. ഭയങ്കര വരയും കാര്യങ്ങളൊക്കെ. ഇരുന്ന് ഒരു സ്ഥലത്ത് ബോറടിച്ചു കഴിഞ്ഞാൽ അപ്പ ആള് പേനും പേപ്പർ എടുക്കുക, വരയ്ക്കുക, കാര്യങ്ങളൊക്കെയാണ്. അതിലൂടെ പറയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കാവ്യ ചേച്ചി എങ്ങനെ മാനേജ് ചെയ്യണോ രണ്ടുപേരുടെയും? അല്ല, നല്ല ദൈവം അനുഗ്രഹിച്ച് അവർ നന്നായിട്ട് അവള് കാവ്യ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ
ഇതിന് പിന്നെ ചെറുതായതുകൊണ്ട് ഇന്നെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. കൂടുതൽ എല്ലാ ഉത്തരവാദിത്വം അവളുടേതെന്ന് പറയുന്ന വളരെയാണ്. എല്ലാവരെയും നന്നായിട്ട് നോക്കുന്ന ഒരാൾ തന്നെയാണ്. എങ്ങനെ സിനിമ കണ്ടോ ചേച്ചി? കണ്ടോ സിനിമ? കണ്ടു. കാവ്യയും മഹാലക്ഷ്മിയും പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച സിനിമ അത് ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കുമ്പോൾ തിയേറ്ററിൽ പെട്ടെന്ന് എല്ലാവരും ചിരിച്ചു പോയി എന്ന് പറഞ്ഞു ഇവളുടെ സംസാരം കേട്ടിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ബിഗിനിങ് സീനിൽ വന്നിട്ട് ഇയാളുടെ ഒരു ദിവസം തുടങ്ങുന്ന സ്ഥലത്ത് വന്ന് റൂമിൽ കയറിയിട്ട് ഡ്രസ്സ് അഴിച്ച് തൂക്കുന്നുണ്ട്. ഈ ഡ്രസ്സ് അഴിച്ച് ഷർട്ട് തൂക്കിയിട്ട് അമ്മ അച്ഛൻ എന്തേ കാണിക്കണേ, എല്ലാവരും കാണല്ലേ, ഡ്രസ്സ് അഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവള് തകർന്ന് നിൽക്കുകയാണ്. അപ്പൊ അതെല്ലാവരും ചിരിച്ചു പോയി. സൈലന്റ് ആയിരിക്കുമ്പോ കേക്കല്ലേ. ഓക്കെ, ഞാൻ ഒരു 2 ഫോട്ടോസ് കൂടെ കാണിച്ചു തരാം. ഒന്ന് എനിക്ക് ദിലീപേട്ടൻ അതിന്റെ മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാവോ? ഇത് പറക്കം തളിയല്ലേ അല്ലേ? അതെ, എപ്പോ കണ്ടാലും സുന്ദരനും. അതെ, ഇത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത വേറൊരു സിനിമയാണ്. ആ സിനിമയുടെ ഒരു ലൊക്കേഷൻ മെമ്മറീസ് ഒക്കെ ഇപ്പൊ പെട്ടെന്ന് ഒരു ഓർമ്മയിലേക്ക് വരികയാണ്. എങ്ങനെയായിരിക്കും? ഒരുപാടുണ്ട്. അപ്പൊ ബസ് കാണുമ്പോൾ തന്നെ ആ ബസ്സിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആ ബസ് ഏറ്റവും കൂടുതൽ ഓടിച്ചത് ഞാനാണ്. എൻ്റെ ഷോർട്ടല്ലെങ്കിൽ കൂടി ആ വണ്ടി ഓടിക്കലാണ് എൻ്റെ ജോലി. സിറ്റി കൂടിയൊക്കെ ബസ് ഓടിച്ച് നടക്കാന്ന് പറയില്ലേ, ഈ ബസ് ഓടിക്കാന്ന് പറഞ്ഞാൽ നിസാര പണിയല്ലോ. അതെ, കാരണം റോഡിന്റെ പകുതി തന്നെ ഈ ബസ് പോകും. നമ്മൾ കാർ ഓടിക്കണ പോലെ മറ്റുള്ള വണ്ടി ഓടിക്കണ പോലെയല്ല. അപ്പം അന്ന് അത് കാണുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എനിക്കാണ് ഐലൻഡിൽ ഷൂട്ട് കിടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ബസ് ഇങ്ങനെ വന്ന് നിന്നു അപ്പുറത്തെ സൈഡിൽ. അപ്പം അതിൻ്റെ ഡ്രൈവറൊക്കെ ഇട്ട് ഓടിക്കാനൊക്കെ അറിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അപ്പോഴാണ് എനിക്ക് ഷോർട്ടായി. അപ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ ക്ലിങ് ക്ലിങ് മണിയടിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഗിയർ മാറ്റി വണ്ടി എടുത്തു പോയി. അപ്പോൾ ഈ ഡ്രൈവർ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ആര് വെച്ചു ഞാൻ വെറുതെ കയറിയിരിക്കാൻ. വണ്ടി വളരെ കൂളായിട്ട് എടുത്തിട്ട് പോവുക. ഇപ്പൊ സലീം ഇങ്ങനെ മറ്റേ ഈ വണ്ടിയിൽ നിന്ന് ആ വണ്ടിയിൽ പോണ സമയത്തൊക്കെ വണ്ടി ഓടിക്കണം ഞാൻ ആ സമയം. ഭയങ്കര ഞാൻ ഫുൾ അതിന്റെ ഷൂട്ടിങ്ങിൽ നമ്മൾ MG റോഡിൽ കൂടിയൊക്കെ ആണല്ലോ പോകുന്നത്, മറൈൻ ഡ്രൈവിൽ കൂടി ഒക്കെ ഇത് ഓടിക്കുക. പകരം പോലീസിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇതാവുന്നത്. എൻജോയ് ചെയ്ത ഷൂട്ടിങ് അത് പറഞ്ഞു നൽകുക. ഒരു ഫോട്ടോ കൂടെ. ചന്ദ്രൻ നിൽക്കുന്നില്ലേ, അമ്പാടി പോയി പാട്ടൊക്കെ ഉള്ളത് ഗുണ്ടൽപേട്ട്. അതെ, നായികയായിട്ടുള്ള സിനിമ ഭയങ്കര ഇപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ട്. ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമ. വിദ്യാജിയുടെ നല്ല പാട്ടുകൾ കിട്ടിയ സിനിമ അമ്പാട്ട് കുടുക്കി. അതെ, ഒരു കാലത്ത് ഡാൻസും പാട്ടും ഒക്കെ പിള്ളേരൊക്കെ ഡാൻസ് ഒക്കെ കളിക്കായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ പൊതുവെ ഗുണ്ടൽപേട്ടാണ്. പഴയ രസകരമായ സ്ഥലമാണ് ഗുണ്ടൽപേട്ട്. എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ, മൈസൂർ, ഗൂഡല്ലൂർ അല്ലെ, അത് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. നല്ല ഭയങ്കര പോസിറ്റീവ് വൈബ്, നല്ല ക്ലൈമറ്റ് ആണ് അവിടെ. ഭയങ്കര മണ്ണിന് ഭയങ്കര ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ്. ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പഴയ ഇന്റർവ്യൂലൊക്കെ കാവ്യ ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിലീപേട്ടൻ ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ പണി കൊടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു പാട്ടിന്റെ ആ ഒരു സമയത്തൊക്കെ ഉള്ള ഒരു മെമ്മറീസ് ഒക്കെ പറയാനുണ്ട്. കിട്ടില്ല, കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. പിന്നെ ഒറ്റൊരു ഫോട്ടോ കൂടെ. ഉർവശി ചേച്ചിയും ദിലീപേട്ടനും ഒരു അസാധ്യ. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഉർവശി ചേച്ചിയുടെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. കാരണം എൻ്റെ ഏറ്റവും സിനിമയിൽ എൻ്റെ സീനിയറാണല്ലോ ശരിക്കും. അപ്പം നമ്മൾ ഈ പെയറെന്ന് പറയുന്ന ഒരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും ചിന്തിക്കാൻ പറ്റൂല. കാരണം ചേച്ചിയെ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ജയറാമേൻ്റെയും സുരേഷേട്ടൻ്റെയും ഹീറോയിനായിട്ട് അതിനപ്പുറത്തേക്കുള്ള ഒരാളുടെയും പിന്നത്തുള്ളൊരു ജനറേഷൻ്റെ ഹീറോയിൻ ഒരിക്കലും ആവേണ്ട ഇതില്ല. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഈ കഥ വരികയും നമ്മളിങ്ങനെ ഞാൻ അഭിനയിക്കാമെന്ന് നായിഷയോട് പറഞ്ഞപ്പോഴാണ് ഞാനൊരു രൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിയപ്പോൾ നായിഷ പറഞ്ഞു, എടാ നമുക്ക് നിന്റെ ഭാര്യയായിട്ട്
ഉർവ ചേച്ചിനെ ആലോചിച്ചാലോ? ഞാൻ പറഞ്ഞു ഉർവ ചേച്ചിയാ, ഉർവ ചേച്ചി അഭിനയിക്കുമോ? നീ ചോദിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ ദിലീപിൻ്റെ ഹീറോയിനാ ഞാൻ ചെയ്യാനാണ് ഇങ്ങനെ ഒരു വേഷം എന്ന് പറഞ്ഞു. ആ പിന്നെന്ത് കോമഡി, പിന്നെ കഥ കഥയും കൊണ്ട് വാ എന്ന് പറഞ്ഞിട്ടാണ് കഥ കേട്ടിട്ടുണ്ട് ചേച്ചി. അപ്പം തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമകളിലൊന്നാണ്. ലൊക്കേഷൻ ഭയങ്കരമായിരിക്കുമല്ലോ. ചേച്ചിയൊക്കെ അയ്യോ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് അല്ലേ, കേശുവിൻ്റെ രീതിയും ചേച്ചി ലോട്ടറിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലായിരുന്നു അത്. ആ പുള്ളിക്കാരത്തി എന്ന് എനിക്കാണെങ്കിൽ ഹിന്ദിയാന്ന് തോന്നുന്നു, ഭാവന തേജാലി അങ്ങനെ എന്തോ പേര് അല്ലേ. അവരാണ് ആ സിനിമയിൽ ഹീറോയിനായതും. ഈ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ അവരും ഭയങ്കര ചിരിയായിരുന്നു. കാരണം അതൊക്കെ പ്രിയൻ സാറിൻ്റെതായ കുറേ സംഭവങ്ങളാണ് ഈ കളി. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസമായിട്ടാണ് അത് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളാണ് അതിനകത്തുള്ളത്. ഏറ്റവും എൻജോയ് ചെയ്തൊരു സിനിമ ആയിരിക്കും അല്ലേ ഇത്? അല്ല, ഇത് ഞാൻ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവം. എന്നിട്ട് എനിക്ക് നല്ല വഴക്കം കേട്ടിട്ടുണ്ട്. അതാരെടുത്തായിരുന്നു? മമ്മൂക്കയുടെ അടുത്താ. ഞങ്ങൾ ഒരുമിച്ച് ഒരു തവണ ബോംബെയിൽ നിന്നൊരു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഫ്ലൈറ്റ് കൊച്ചി എയർപോർട്ടിൻ്റെ മേളിൽ കുറേ നേരം കറങ്ങണം. കുറേ സംസാരത്തിനിടയ്ക്ക് വേറെ ഇല്ല, കുറേ പേരുണ്ട്. സംസാരത്തിനിടയ്ക്കാണ് മമ്മൂക്കയുടെ ഞാനിരിക്കുന്നു, അതിൻ്റെ ഇപ്പുറത്തെ മമ്മൂക്ക ഇരിക്കണേ. അപ്പം ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ നമുക്ക് ചില സമയത്ത് അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് കോട്ടൺ നേരത്തെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ വച്ചിട്ടുണ്ട്. എന്നിട്ട് സംസാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ടു കൊച്ചിൻ എയർപോർട്ട് കണ്ടു താഴെ. അപ്പോൾ പിന്നെയും അത് കറങ്ങി കുറേ സംസാരത്തിന് കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഇറങ്ങേണ്ട സമയമായല്ലോ, ഇത് എന്താണത് കുറേ നേരമായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ നേരമായി. ഓളിങ്ങനെ എത്തി നോക്കി. അപ്പോൾ എയർപോർട്ടായല്ലോ, എന്താണ് മേളിൽ തന്നെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഞാനിത് 3 തവണയെ കാണുന്നു. 3 തവണയാണ്. ഞാൻ പറഞ്ഞു 3 തവണ. അപ്പോഴാണ് റെക്കമെൻഡേഷൻ വാങ്ങിക്കാൻ ഇത്രയും സാധനം മാത്രം അവിടെ നിന്ന് പൈലറ്റിൻ്റെ. അപ്പം എന്താണിത്, എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു കയ്യിൽ നിന്ന് പോയിന്നെന്തോ ആണെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞത് തോന്നുന്നു. ഞാൻ പറഞ്ഞോളൂ, എനിക്ക് അങ്ങനെ തോന്നിയിട്ട് പറഞ്ഞു. നമുക്ക് എന്തൊരു കഷ്ടമാണത്, എത്ര നേരം അത്. ആകെ പുള്ളി ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ പൈലറ്റ് എന്തോ പറഞ്ഞു. ഞാൻ പ്രൊഡക്ഷൻ പഠിക്കാൻ നടക്കുന്നു. ഇത് ഇങ്ങനെ പടപടെ എന്ന് പറഞ്ഞൊരു അത് ഇതിന് എന്തോ ഒരു ശബ്ദവും കൂടി ഉണ്ട്. നമുക്ക് ടെൻഷൻ തുടങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് എന്തൊരു കട്ട സമയത്ര ഇത് വീട്ടിൽ അന്വേഷിക്കില്ല നമ്മളിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം നടന്നുകൊണ്ടിരിക്കുകയത്. അപ്പം ഞാൻ പെട്ടത് പിന്നെ മമ്മൂക്ക എന്നെ നോക്കുമ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെവിട്ടീന്ന് പഞ്ഞെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അവൻ്റെ കാരണം ഫ്ലൈറ്റ് മുകളിൽ കിടന്ന് കറങ്ങിയത് ലാൻഡ് ചെയ്യണമില്ല. ആകെ കുഴപ്പത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതിൽ നിന്ന് പക്കെടുത്തിട്ട് ഇത് അവന് കോമഡിയാണ് ഏത് സമയത്ത് ലൈഫിൻ്റെ പറഞ്ഞിട്ട് എല്ലാവരും ചിരിയും ബഹളവും. പറയാം നമുക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ കരുതിക്കണം മൂക്കെങ്കിലും നമ്മൾ സേവ് ചെയ്യണ്ടേ. അതിനെന്നെ കുറേ നേരം പറഞ്ഞു. അവന് എപ്പോൾ നോക്കിയാലും ഒരു തമാശ മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും അത് പറഞ്ഞ് കുറേ ചിരിച്ചു. ഞാൻ ഇത്തരടുത്ത് പറഞ്ഞ് കുറേ ചിരിച്ചു. ഭയങ്കര പേടിയാണ് നമുക്കതൊക്കെ പറയാൻ പറ്റും. ഇതൊന്നുമില്ല, പക്ഷേ ആർക്കായാലും ഉണ്ടാവില്ല. കുറേ നേരം അല്ല പോക്കറ്റിലെ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്ന സമയത്ത് നാദൃശ്യർമി എല്ലാവരും കിടന്ന് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തീരുന്നു വിചാരിക്കേ. സത്യം പറഞ്ഞത് കൈവിട്ട് കളിയല്ലേ, നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പം ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന കോമഡികളാണ്. നമ്മളിപ്പോൾ അങ്ങനെ അല്ലാണ്ട് എന്തൊട്ട് കാണാൻ ഒന്നും നമ്മുടെ കയ്യിലല്ലോ. ഇതുപോലെ എന്തെങ്കിലും പണി കാവ്യ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ സെറ്റുകളിൽ തമാശകളും കളിയാക്കലും തെങ്കാശിപ്പട്ടത്തിൻ്റെ ഷോക്കേസിലൊക്കെ നമ്മൾ അത് അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ അവളുടെ കയ്യിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിലൊക്കെ ഞാൻ കള്ളുപിടിച്ച് വന്ന പോലെ അഭിനയിച്ചു. അപ്പം ആ സമയത്ത് അവൾ വിചാരിച്ച കള്ളുപിടിച്ച ആളാന്നാണ്. അതൊക്കെ ഭയങ്കര ഇതുള്ളതാണ്. കള്ളുടിയൊന്നും എന്തെങ്ങനത്തെ മോശം. അപ്പോൾ റാഫി എന്ത് ചെയ്യാനാണ്, രാവിലെ തുടങ്ങി അടിയാണ്. ഇപ്പോൾ കുറേ ദിവസമായി ഒരു രക്ഷയില്ല. അതൊക്കെ റാഫിയും ഇതായി. റാഫി എന്തെങ്കിലും പറഞ്ഞു പിന്നെ ഇയാൾ കുറേ എങ്ങനെ നിൽക്കുക. എന്താ ദിലീപേട്ട ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ
ഉപദേശിക്കുവാണ്. ഞാൻ എൻ്റെ സൗകര്യത്തിന് എന്നിട്ട് ഇയാളാരാ അയാൾ സംവിധായകനായി എനിക്ക് എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. വേഗം ആകെ പേടിച്ച് വിറങ്ങലിച്ച് അതിൻ്റെ ഇടയ്ക്ക് സുരേഷോട് വരുമ്പോൾ എന്താ ഇവനൊക്കെ കയറി വരണല്ലുള്ളൂ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ രാവിലെ ആണെങ്കിൽ അടിച്ചാൽ എന്തൊരു കഷ്ടല്ലേ, എന്തിനാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇത് വിടാൻ പറ്റൂല. അങ്ങനെ ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അടി തന്നെ. ഇവിടെ കാണുമ്പോ അല്ലാതെ നമ്മൾ ചിരിച്ചിരിക്കണേ, ഇവള് വരുമ്പോ ഇതിന്റെ വിചാരം ഫുൾ പിറ്റാത്ത അങ്ങനെയൊക്കെ. ഇത് ഈ സെറ്റിലൊക്കെ തമാശകളും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങനെ പോകുന്നല്ലേ. അപ്പോൾ ഈ സെറ്റ് സജീവമായിക്കൊണ്ടിരിക്കുക. ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, റാഫി, മെക്കാട് എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ചിരി ഉണ്ടാക്കാൻ അതിനൊക്കെ നടക്കുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെ ഷാഫി എല്ലാവരും ഉണ്ടായിരുന്നു ചിരിക്കാനുള്ള സംഭവം. അതെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ പവി കെയർടേക്കർ ഭയങ്കര അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ പോവട്ടെ. ഇപ്പം എന്താ പറയുന്നത്, മലയാള സിനിമയ്ക്ക് നല്ലൊരു സമയമാണെന്നാണല്ലേ പറയുന്നത് ദിലീപേട്ട. കാരണം ഇറങ്ങിയ സിനിമകളെല്ലാം നല്ല കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതും അതേപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കട്ടെ. ഇനി വരാനിരിക്കുന്ന സിനിമകളെല്ലാം ഇതുപോലെ തന്നെ സൂപ്പർ ഹിറ്റാവട്ടെ. ഒരുപാട് സന്തോഷം. അതെ, കഴിഞ്ഞ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സന്തോഷത്തിലാണ് ദിലീപേട്ടൻ ഇവിടെ ഇരിക്കുന്നത്, ഞാനും ഇരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ഇന്റർവ്യൂകളിലൊക്കെ അങ്ങനെ തന്നെ കാണാൻ പറ്റട്ടെ. താങ്ക് യു.